ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി. ഭരണഘടന അനുവദിക്കാത്തിടത്തോളം കാലം സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കാനാകില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല എന്നതിന് എന്താണ് തെളിവെന്നും സുപ്രീം കോടതി ചോദിച്ചു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര നിരീക്ഷിച്ചു. സ്ത്രീകളെ തടയാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല. വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല എന്നതിന് എന്താണ് തെളിവെന്നും സുപ്രീം കോടതി ചോദിച്ചു. 1500 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ശബരിമലയിൽ വന്ന് പൂജ നടത്തിയിട്ടുണ്ടാകാം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ കഴിയുകയെന്നും കോടതി ചോദിച്ചു. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശന അനുമതി നൽകുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസവും ആചാരവും ആയതിനാൽ ഇടപെടാൻ താൽപ്പര്യമില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കേസ് നീട്ടിക്കൊണ്ടുപോകില്ലെന്നും വിശദമായ വാദം കേട്ട് വേഗത്തിൽ തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഠാൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കാൻ ISI ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന് പാകിസ്ഥാൻ രൂപം നൽകി. ISI, പാക് സൈന്യം, IB എന്നിവരുൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. പഠാൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 4 പേരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് പാക് ചാര സംഘടനയായ ISI തന്നെ സഹായം നൽകിയതിൻ്റെ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഭീകരർക്ക് പാക് സൈനിക തലങ്ങളിൽ നിന്ന് ലഭിച്ച സഹായവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ തെളിവുകൾ അന്വേഷിക്കാനാണ് ISI തന്നെ ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന് പാകിസ്ഥാൻ ചുമതല നൽകിയത്. ISI, പാക് സൈന്യം, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരുൾപ്പെട്ടതാണ് 10 അംഗ സംയുക്ത അന്വേഷണ സംഘം. പാക് സംരക്ഷണയിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെയുള്ള തെളിവുകൾ അന്വേഷിക്കാൻ ISIയെ തന്നെ ഏൽപ്പിച്ചതോടെ ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയും അനിശ്ചിതത്വത്തിലായി. ഇതിനു പിന്നാലെ ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ ബഹാവൽപൂരിൽ നിന്നും സിയാൽകോട്ടിൽ നിന്നുമായി 4 പേരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളതെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടും കുറ്റവാളികളായ മൗലാന മസൂദ് അസർ, കാണ്ഡഹാർ വിമാന റാഞ്ചൽ സൂത്രധാരൻ കൂടിയായിരുന്ന അബ്ദുൾ റൌഫ് അസർ എന്നിവരടക്കം 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ നിയമ നടപടികൾ നേരിടാൻ കൈമാറണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഇത് പൂർത്തീകരിക്കാതെ ഈ മാസം 15-ന് നടക്കേണ്ടിയിരുന്ന വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടക്കില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ ജസീസും വ്യക്തമാക്കി. അതേസമയം ISI ബന്ധം സംശയിക്കുന്ന ഗുരുദാസ്പൂർ SP സൽബീന്ദർ സിംഗിനെ NIA ദില്ലിയിൽ ചോദ്യം ചെയ്തു. കോടതി നിലപാട് കൂടി പരിശോധിച്ച് SPയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നും NIA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തന്നെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ജയരാജൻ പറഞ്ഞു. പുതിയ ഫയർഫോഴ്സ് മേധാവിയുമായും സർക്കാർ ഉരസലിലേക്ക്. ഫയർഫോഴ്സ് DGP ലോക്നാഥ് ബെഹ്റ നിയമിച്ച ആളെ സർക്കാർ സ്ഥലം മാറ്റി. ടെക്നിക്കൽ ഡയറക്ടർ 10 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് സ്ഥലം മാറ്റപ്പെട്ടത്. ഫയർഫോഴ്സ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പ്രത്യേക താൽപര്യപ്രകാരം 11 ദിവസങ്ങൾക്ക് മുമ്പാണ് ഫയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ പ്രസാദിനെ തിരുവനന്തപുരം ഫയർഫോഴ്സ് ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റാൻ DGPക്ക് അധികാരമില്ലെന്ന് കാട്ടിയാണ് സർക്കാർ പ്രസാദിനോട് തൃശ്ശൂരിലേക്ക് മടങ്ങിപ്പോകാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. വൻകിട ഫ്ളാറ്റുകൾക്ക് NOC നൽകുന്നത് ഫയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. വൻകിട ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകുന്നതിന് കേരള മുനിസിപ്പൽ ചട്ടം ബാധകമാക്കിയാൽ മതിയെന്ന് കാട്ടി സർക്കാർ അടുത്തിടെ പുതിയ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഇറക്കിയ ഉത്തരവിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് വീണ്ടും കത്ത് നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് വൻകിട ഫ്ളാറ്റുകാരുടെ അപേക്ഷകൾ ഒരിക്കൽ കൂടി പരിഗണിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പുറത്ത് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നത്. ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കെയാണ് EB പ്രസാദിനെ വീണ്ടും സ്ഥലം മാറ്റിയത്. നേരത്തെ ജേക്കബ് തോമസിനോടൊപ്പം ഫ്ളാറ്റ് ലോബി ലക്ഷ്യമിട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് EB പ്രസാദ്. തൻ്റെ തീരുമാനം വെട്ടിയ സർക്കാർ നിലപാടിൽ ബെഹ്റയ്ക്ക് കടുത്ത അതൃപ്തിയുള്ളതായിട്ടാണ് സൂചന. ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരായ തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ നീക്കം. കേസിൽ മൊഴി നൽകാൻ ബാർ ഉടമകൾ വീണ്ടും സമയം നീട്ടിച്ചോദിച്ചു. വിജിലൻസ് നൽകിയ നോട്ടീസിന് 3 ആഴ്ചത്തെ സമയം വേണമെന്ന് ബാർ ഉടമകൾ ആവശ്യപ്പെട്ടു. ബാർ ഉടമകളുടെ ആവശ്യത്തെക്കുറിച്ച് വിജിലൻസ് നിയമവശം പരിശോധിക്കുന്നു.
മാണിക്കെതിരെ തുടരന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ട് 2 മാസം പിന്നിട്ടിട്ടും തുടരന്വേഷണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇത് 2ാം തവണയാണ് ബാർ ഉടമകൾ സമയം നീട്ടി ചോദിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തെപ്പറ്റി ആലോചിക്കുന്നതിനായി ബാർ ഉടമകൾ ഉടൻ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മൊഴി കൊടുക്കുന്നതിൽ വ്യക്തത വരുത്താമെന്നാണ് ബാർ ഉടമകൾ കരുതുന്നത്. ബാർ ഉടമകൾ മൊഴി നൽകിയ ശേഷം മാത്രം തുടരന്വേഷണം നടത്താമെന്ന വിജിലൻസ് നിലപാടിലും സംശയമുണ്ട്. പരാതിക്കാരനായ VS അച്യുതാനന്ദനിൽ നിന്ന് പോലും വിജിലൻസ് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല. കോടതി തീരുമാനപ്രകാരമാണ് തുടരന്വേഷണം എന്നതിനാൽ അന്വേഷണം പരമാവധി വൈകിപ്പിക്കാനാണ് വിജിലൻസിൻ്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 20-ന് വിധി പറയും. കോടതിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യവിവര റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായി നേരത്തെ വിജിലൻസിന് ബോധ്യമായിരുന്നു. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 3% പലിശയ്ക്ക് അനുവദിച്ച 15 കോടി രൂപ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകിയതിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി VS നൽകിയ ഹർജിയാണ് കോടതി വിധി പറയാൻ മാറ്റിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ 3% പലിശയ്ക്ക് പണം അനുവദിച്ചത്. വ്യാജ സംഘങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ വെള്ളാപ്പള്ളി നടേശൻ തട്ടിയെടുത്തുവെന്ന് VS ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പണം ലഭിച്ച യഥാർത്ഥ സംഘങ്ങളിൽ നിന്ന് 12% മുതൽ 18% വരെ പലിശ ഈടാക്കിയെന്നും ഹർജിയിലുണ്ട്. VSന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ. നേതൃത്വത്തിന് കിട്ടിയ പണം ചില യൂണിറ്റുകൾക്ക് നൽകിയതായിട്ട് രേഖകളുണ്ട്. എന്നാൽ അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി ഉണ്ടായത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തുവന്നതിനെ തുടർന്ന് നിരവധി പേർ വെള്ളാപ്പള്ളിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പിന്നാക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യം വ്യക്തമായി. സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ഒപ്പിട്ട് പണം തിരിമറി നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇതേ തുടർന്ന് 5 കോടി രൂപ പിഴപ്പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ പിന്നോക്ക വികസന കോർപ്പറേഷൻ വെള്ളാപ്പള്ളിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് കഠിന ശിക്ഷ നൽകുന്ന കാര്യം പാർലമെന്റ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ നിയമത്തിൽ ഇരകളുടെ പ്രായം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിലപാട്. രാജ്യത്ത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രതികളുടെ ലൈംഗിക ശേഷി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ വനിതാ അഭിഭാഷകരുടെ സംഘടന ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച കോടതി സർക്കാരിനോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നിലവിൽ നിയമങ്ങളുണ്ടെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കി കോടതിയെ അറിയിച്ചു. നിയമനിർമ്മാണം പാർലമെന്റിന്റെ അധികാരമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത് അംഗീകരിച്ച കോടതി നിയമങ്ങളിൽ കുട്ടികളുടെ പ്രായം സംബന്ധിച്ച് വ്യക്തത വേണമെന്ന് നിർദ്ദേശിച്ചു. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന കാര്യം ആലോചിക്കണമെന്നും സുപ്രീം കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു. കുട്ടികളെ പീഡിപ്പിക്കുന്നത് ലൈംഗിക വൈകൃതത്തിന്റെയും ക്രൂരതയുടെയും അങ്ങേയറ്റമാണെന്നും ഇത് കർശനമായി തടയണമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദീപക് മിശ്ര പറഞ്ഞു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നിലവിൽ നിയമമുണ്ടെങ്കിലും ശിക്ഷ അപര്യാപ്തമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷ നൽകുന്ന നിയമം വേണമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക ശേഷി ഇല്ലാതാക്കാനുള്ള നിർദ്ദേശം അപരിഷ്കൃതമാണെന്ന് തോന്നുമെങ്കിലും കുട്ടികളെ പീഡിപ്പിക്കുന്ന കിരാതന്മാർക്ക് അപരിഷ്കൃത ശിക്ഷ നൽകുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി ജഡ്ജി N കിരുബാകരന്റെ നിരീക്ഷണം. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഡ്രസ് കോഡ് ഉത്തരവിന് സ്റ്റേ. മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. പുരുഷന്മാർക്ക് മുണ്ടോ പൈജാമയോ സ്ത്രീകൾക്ക് സാരിയോ ധരിക്കണമെന്ന ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണ നീട്ടണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി മുഹമ്മദ് നിസാം നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിചാരണ കാലാവധി 3 മാസത്തേക്ക് നീട്ടുമെന്നായിരുന്നു നിസാമിന്റെ ആവശ്യം. വിചാരണ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിസാം കോടതിയിൽ പുതിയ ഹർജി നൽകി. തെളിവായി ഹാജരാക്കിയ CD ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിസാം ആവശ്യപ്പെട്ടു. കേസിന്റെ വിചാരണ ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിന് മുൻപ് പൂജപ്പുര ജയിൽ സൂപ്രണ്ട് സുരേഷ് സോളാർ പ്രതി ബിജു രാധാകൃഷ്ണനെ സ്വന്തം മുറിയിൽ വിളിച്ചു വരുത്തിയിരുന്നതായി ജയിൽ രേഖകൾ. നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകൾ കൂടിക്കാഴ്ച നടത്തിയതായും രേഖകൾ പറയുന്നു. ബിജുവുമായുള്ള ജയിൽ സൂപ്രണ്ടിന്റെ കൂടിക്കാഴ്ചകൾ നിയമപരമെന്ന് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടും.
ബിജു രാധാകൃഷ്ണനെ സോളാർ കമ്മീഷൻ മുമ്പാകെ ആദ്യമായി ഹാജരാക്കുന്നത് 2015 നവംബർ 17-നാണ്. താൻ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വരുമെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തി. കൂടുതൽ കാര്യങ്ങൾ അടുത്ത തവണ ഹാജരാക്കുമ്പോൾ എഴുതി തരാമെന്നും ബിജു സോളാർ കമ്മീഷനെ അറിയിച്ചു. വെളിപ്പെടുത്തൽ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ബിജുവിനെ തിരികെ പൂജപ്പുര ജയിലിലെത്തിച്ചു. അന്നേ ദിവസം 4:55 മുതൽ രാത്രി 8:40 വരെ ബിജു സൂപ്രണ്ടിൻ്റെ മുറിയിലുണ്ടായിരുന്നതായി ജയിൽ രേഖകൾ പറയുന്നു. സോളാർ കമ്മീഷനിൽ ഹാജരാക്കേണ്ട അടുത്ത തീയതിയായ നവംബർ 30 മുമ്പ് 5 തവണ മണിക്കൂറുകളോളം പൂജപ്പുര ജയിൽ സൂപ്രണ്ട് സുരേഷ് ബിജു രാധാകൃഷ്ണനുമായി സ്വന്തം മുറിയിൽ വെച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ 20 തവണയാണ് ജയിൽ സൂപ്രണ്ട് സുരേഷ് ബിജു രാധാകൃഷ്ണനെ സ്വന്തം മുറിയിൽ വിളിച്ചു വരുത്തിയത്. പല കൂടിക്കാഴ്ചകളും മണിക്കൂറുകളിലേറെ നീണ്ടു നിന്നവയായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒന്നിലേറെ കൂടിക്കാഴ്ചകളും സൂപ്രണ്ടുമായി ബിജു നടത്തിയിട്ടുണ്ട്. വൈദ്യസഹായം, ആത്മഹത്യാശ്രമം, തീപിടുത്തം തുടങ്ങിയ അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ ജയിൽ പുള്ളിയെ പുറത്തിറക്കരുതെന്നാണ് ജയിൽ ചട്ടത്തിൽ അനുശാസിക്കുന്നത്. സോളാർ കമ്മീഷനിലെ വിവാദ വെളിപ്പെടുത്തലിന് മുമ്പാണ് ക്രമവിരുദ്ധമായി ഈ കൂടിക്കാഴ്ചകൾ പലതും നടന്നിരിക്കുന്നതെന്നത് ഏറെ ദുരൂഹത ഉണർത്തുന്നു. ഈ കൂടിക്കാഴ്ചകൾ വിവാദമായ പശ്ചാത്തലത്തിൽ അന്നത്തെ ജയിൽ മേധാവി ലോക്നാഥ് ബെഹ്റ കൂടിക്കാഴ്ചയെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ജയിൽ സൂപ്രണ്ടിന് വെള്ളപൂശുന്ന റിപ്പോർട്ട് നൽകി ഫയൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ചികിത്സ സമ്പന്ന വിഭാഗത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഭരണസമിതി തീരുമാനത്തിനെതിരെ പ്രതിഷേധം. ചികിത്സാ ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബാനറിൽ ഒപ്പുവെച്ച് പ്രതിഷേധിച്ചു. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ചികിത്സ സമ്പന്ന വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയത്. കേരളത്തിലെ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ഫീസ് വർധനയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ, എക്സ്റേ, സ്കാനിംഗ്, സർജറി മുതലായ സർവ്വ മേഖലയിലും 25% ഫീസാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 250 രൂപയുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നേരെ ഇരട്ടിയാക്കി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മികച്ച ആതുരാലയത്തിൽ ഇപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഡയറക്ടർ ബോർഡ് അംഗമായ NK പ്രേമചന്ദ്രൻ MP നിലപാട് വ്യക്തമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവന്റെ ഈ ആതുരാലയത്തിൽ അന്യായമായിട്ടുള്ള ഫീസ് ചുമത്തി, അധിക ഫീസ് വർധന ഏർപ്പെടുത്തി പാവപ്പെട്ട രോഗികളുടെ വരവിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ വേണ്ടി വരുന്നതായിട്ടുള്ള ചെലവെല്ലാം തന്നെ ഇവിടെ വരുന്ന രോഗികളിൽ നിന്നും ഈടാക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം, ഒരു അറിവുകാരൻ്റെ മനോഭാവം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ക്യാൻവാസിൽ ഒപ്പുവെച്ചുകൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന ട്രഷറർ VS സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് P ബിജു, AA റഹീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ശിവൻ മോമ ചുമതലയേറ്റു. ജോർജ് കാക്കനാട് ജനറൽ സെക്രട്ടറിയായും ജോസ് കാടാമ്പുറം ട്രഷററായും ചുമതലയേറ്റു. ശിവൻ മോമയും ജോസ് കാടാമ്പുറവും കൈരളി TV പ്രതിനിധികളാണ്. വൈസ് പ്രസിഡന്റായി രാജു പള്ളത്തും ജോയിന്റ് സെക്രട്ടറിയായി PP ചെറിയാനും ചുമതലയേറ്റു. ശബരിമലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാർ പിൻവാങ്ങുന്നു. ശബരിമല ഉന്നതാധികാര സമിതിയുടെ കടുംപിടുത്തത്തെ തുടർന്നാണ് പിൻവാങ്ങൽ. ഇതുവഴി സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുമായിരുന്ന 14 കോടി രൂപയാണ് നഷ്ടമായത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് സഹായ വാഗ്ദാനവുമായി എത്തിയ വൻകിട വ്യവസായികളാണ് അധികൃതരുടെ നിസ്സഹകരണത്തെ തുടർന്ന് പിൻവാങ്ങിയത്. സന്നിധാനത്ത് പുതുതായി സ്ഥാപിക്കുന്ന ദർശനം കോംപ്ലക്സ് പൂർണ്ണമായും നിർമ്മിച്ചു നൽകാമെന്ന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വൻകിട കമ്പനിയായ മധുകോൺ ഉന്നതാധികാര സമിതിയെയും ദേവസ്വം ബോർഡിനെയും അറിയിച്ചിരുന്നു. 9 കോടി രൂപ ചിലവിൽ 3 നിലകളിലായി 85 മുറികളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനു പകരമായി 10% മുറി തീർത്ഥാടന കാലയളവിൽ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും മധുകോൺ നിബന്ധന വെച്ചു. ഇത് പരിഗണിക്കാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. എന്നാൽ ഒരു മുറി പോലും അനുവദിക്കാൻ കഴിയില്ലെന്ന് ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതാധികാര സമിതി വ്യക്തമാക്കിയതോടെയാണ് മധുകോൺ സ്പോൺസർഷിപ്പിൽ നിന്ന് പിൻവാങ്ങിയത്. സന്നിധാനത്ത് പാതി വഴിയിലായ അന്നദാന മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും ഏറ്റെടുക്കാമെന്ന് ചെന്നൈ ആസ്ഥാനമായുള്ള GRT ജ്വല്ലേഴ്സ് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനായി 4 കോടി രൂപ സ്പോൺസർ ചെയ്യാമെന്നറിയിച്ച് അവർ ദേവസ്വം ബോർഡിനും ഉന്നതാധികാര സമിതിക്കും കത്ത് നൽകി. എന്നാൽ ഇതിനോടും അധികൃതർ നിഷേധാത്മക നിലപാടെടുത്തു. ഇതിനു പുറമെ ഫിനിക്സ് ഗ്രൂപ്പും സ്പോൺസർഷിപ്പുമായി മുന്നോട്ട് വന്നു. എല്ലാവരോടും സ്പോൺസർഷിപ്പ് തുക മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ മതിയെന്നും നിർമ്മാണം തങ്ങൾ നടത്താമെന്നുമായിരുന്നു സമിതിയുടെ മറുപടി. ഇതോടെയാണ് വൻതുക സ്പോൺസർ ചെയ്ത വ്യവസായികൾ പിൻവാങ്ങിയത്. അങ്ങനെ സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുമായിരുന്ന 14 കോടി രൂപയാണ് നഷ്ടമായത്. ശബരിമല ഉന്നതാധികാര സമിതിയുടെ അനാവശ്യ കടുംപിടുത്തം കാരണമാണ് വികസന പ്രവർത്തനങ്ങൾക്കായി കോടികൾ വാഗ്ദാനം ചെയ്തിരുന്ന സ്പോൺസർമാർ പിന്മാറിയത്.
ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതി തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇവിടെ ശക്തമാവുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.